ഡോക്ടറെ പലർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് എന്ത് ഈ സുതിയ കിറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ കുറേ ഓയിൽസ് ഉണ്ട്, പാക്കുകളുണ്ട്. ഇതെല്ലാം അമ്മ ഉപയോഗിക്കുമ്പോൾ ബേബീസിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത്. കാരണം ഫീഡിങ് ആണ്, ഫീഡ് ചെയ്യുമ്പം ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്ന് എല്ലാവരും നമ്മളോട് ക്ലിനിക്കിൽ വരുമ്പോഴാണെങ്കിലും ഒക്കെ ചോദിക്കുന്ന ഒരു അതെ. സി ഡോക്ടറെ, നമുക്ക് കുറേ പേര്, ബിക്കോസ് നമുക്കറിയാം എസ്പെഷ്യലി ന്യൂ മോംസ്, അവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത് തന്നെയാണ്. സോ അതൊരു ക്വൈറ്റ് നോർമൽ ആയിട്ടുള്ള ഒരു ക്വയറി ആണ്. പക്ഷെ നമുക്ക് സൂതിക കിറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും കുട്ടിക്കൊരിത് കൊണ്ടൊരു ഡിസ്കംഫർട്ട് വരില്ല. റീസൺ ഇസ് ദാറ്റ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മിക്ക പ്രോഡക്ട്സും ലൈക്ക് ഓയിൽസ് ആണ്. അതും ട്രഡീഷണലി ആയിട്ടുള്ള നമ്മുടെ ഓയിൽസ് ആണ്. അപ്പം ഇത് ഉപയോഗിച്ച് ലൈക്ക് മസാജ്, ഹെഡ് മസാജ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർ ക്ലെൻസിങ് മെത്തേഡും കൂടെ ഇതിൻ്റെ അകത്ത് ചെയ്യും. ലൈക്ക് ഹെഡ് മസാജ്, ഫേസ് മസാജ്, ബോഡി മസാജ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലെൻസർ ഉണ്ട്, ഫേസ് ക്ലെൻസർ ഉണ്ട്, ബോഡി ക്ലെൻസർ ഉണ്ട്. സോ ഈ ക്ലെൻസേഴ്സ് എല്ലാം ആയുർവേദിക് പൗഡേഴ്സ് വിത്തൗട്ട് എനി പ്രിസർവേറ്റീവ്സ്. സോ കുട്ടികൾക്ക് അതൊരു പ്രോപ്പർലി വാഷ് ചെയ്ത് നമ്മൾ ക്ലെൻസിങ് മാത്രമല്ല ഒരു ഡബിൾ ക്ലെൻസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഉപ്ടെൻസ് ആണ് നമ്മൾ ബോഡി പാക്ക് എന്ന് പറയുന്നത്, അതൊരു ക്ലെൻസറും കൂടിയാണ്. അത് ക്ലെൻസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സോപ്പ് യൂസ് ചെയ്തിട്ട് ഹെർബൽ ബാത്തിലാണ് കുളിക്കുന്നത്. സോ ഒരു 100% നമുക്ക് പറയാം അതുകൊണ്ട് കുട്ടികൾക്ക് ഒരിക്കലും ഒരു അലർജിക്ക് വരില്ല എന്ന്. ബട്ട് മേക്ക് ഷുവർ അവർ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർലി ക്ലീൻ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. അതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ കുട്ടികൾക്ക് ചോദിക്കാറുണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ടൈം 1.5 hours വരുമ്പോൾ 2 hours വരുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഫീഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺസേൺ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ അറിയില്ല, കാരണം ന്യൂ ബോൺസ് അപ് ടിൽ 90 days വരെ അവർ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും, ഭയങ്കര അലർജിക് ആയിരിക്കും. സോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബെറ്റർ അവോയ്ഡ് ഇറ്റ്. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് പറയാൻ പറ്റില്ല കുട്ടിക്ക് എന്താ പറ്റുക. ബട്ട് ആഫ്റ്റർ പ്രോപ്പർ ക്ലീനിങ്, ക്ലെൻസിങ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇടുന്ന ഏക ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് ക്രീം ആണ്. ബട്ട് അത് കുട്ടിക്ക് ഒരു കാരണവശാലും അലർജിക്ക് ആവില്ല. സോ അത് ഇട്ട് നന്നായിട്ട് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി തന്നെ അത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യും. അപ്പോൾ കുട്ടിക്ക് അതുകൊണ്ട് ഉണ്ടാവാനായിട്ട് ഇന്ന് വരെ നമ്മുടെ സൂതിക കിറ്റ് യൂസ് ചെയ്തതുകൊണ്ട് ഒരു കുട്ടിക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് റിപ്പോർട്ടഡ് ഇല്ല. ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല കുട്ടിക്ക് എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ എന്നാലും തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു കൺസേൺ ആണ്, കാരണം ബേബി ആണല്ലോ, പ്രഷ്യസ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു 1 or 2 days അവർ അത്രയും കൺസേൺ ആണ്. ലൈക്ക് അവർക്കൊരു ധൈര്യം കിട്ടാൻ ഒരു 1 or 2 days മേ ബി അവർക്കൊന്ന് യൂസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാൻ പറയാം. ബട്ട് എന്റെ എക്സ്പീരിയൻസിൽ ഇന്ന് വരെ ഒരു മദേഴ്സിനും ഒരു കംപ്ലൈന്റ് ഞാൻ കണ്ടിട്ടില്ല. അതെ.